ഇന്ന് നമ്മുടെ ഫാമിലി ഒരു പുതിയ വിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങളായി ആലോചിച്ചിരുന്ന ഒരു ചെറിയ വരാൽ മത്സ്യകൃഷി പരീക്ഷണത്തിന് ഇന്ന് തുടക്കമായി. ഞങ്ങൾ ശനിയാഴ്ച രാവിലെ അടുത്തുള്ള ഒരു മത്സ്യഫാമിൽ പോയി നല്ല ആരോഗ്യം ചുറുചുറുക്കുള്ള 100 വരാൽ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു. ഓരോ കുഞ്ഞിനെ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷമാണ് വാങ്ങിയത്. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വിജയകരമായ മത്സ്യകൃഷിയുടെ ആദ്യപടിയാണ്. ഫാമിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഉടനെ കുളത്തിലേക്ക് ഇറക്കിയില്ല. ആദ്യം അവയെ കുളത്തിലെ വെള്ളവുമായി പൊരുത്തപ്പെടുവാൻ കുറച്ചു നേരം നമ്മൾ ആ സഞ്ചിയോടെ തന്നെ അതിൽ ഇറക്കി വെച്ചു. ഇതിനുശേഷം ഈ വെള്ളത്തിൻ്റെ താപനിലയും സാഹചര്യവും ഒത്തുചേർന്നതിന് ശേഷം ഓരോ കുഞ്ഞിനെയും കുളത്തിലേക്ക് വിട്ടു. കുളത്തിലേക്ക് ഇറങ്ങിയ ഉടനെ കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിൽ വെള്ളത്തിലൂടെ നീന്തി പോകുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല സന്തോഷമായിരുന്നു. പുതിയ സ്ഥലത്തോട് അവ എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് കാണാനുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവയ്ക്ക് സമയത്തിന് ഭക്ഷണം നൽകുകയും വെള്ളത്തിൻ്റെ ഗുണനിലവാരം ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മത്സ്യകൃഷിയിൽ ക്ഷമയും സ്ഥിരവുമായ പരിചരണവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെറിയ അശ്രദ്ധ പോലും വളർച്ചയെ ബാധിക്കാം. ഈ യാത്രയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച എങ്ങനെയാണ്, എന്ത് ഭക്ഷണമാണ് നൽകുന്നത്, എത്ര വേഗത്തിലാണ് വളരുന്നത്, എന്തെല്ലാം വെല്ലുവിളികൾ നേരിടുന്നു, ഇതെല്ലാം നിങ്ങളുമായിട്ട് വീഡിയോകളിൽ പങ്കുവയ്ക്കും. ഇതൊരു വലിയ വാണിജ്യ സംരംഭമല്ല, പഠിക്കാനും അനുഭവം നേടാനും തുടങ്ങിയ ഒരു ചെറിയ ശ്രമം മാത്രമാണ്. എന്നാലും ഈ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. മീൻകുഞ്ഞുങ്ങൾ അതിൻ്റെ പുതിയ സ്ഥലത്തേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിന് എത്രമാത്രം ടൈം എടുക്കുന്നു എന്നുള്ളത് തന്നെ ആലോചിക്കും.